ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വർഗീകരണം അല്ലെ. വർഗീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്ലാന്റ്സിന് നമ്മുടെ ചുറ്റുമുള്ള ഓർഗാനിസത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വരികയാണ്. അതാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അതിനകത്ത് തന്നെ കിങ്ഡം ആനിമേലിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ എല്ലാ ഫൈലങ്ങളും നമ്മൾ നോക്കി, സബ് ഫൈലങ്ങളൊക്കെ നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, so you have understood the classification of animals into different groups. Kingdom Plantae is classified into different divisions based on the similarities and differences in the body structure, vascular system and seed formation. അപ്പം കിങ്ഡം പ്ലാന്റയെ ഡിഫറെന്റ് ഡിവിഷൻസ് ആക്കിയിട്ട് ഡിഫറെന്റ് ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഏതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു ആനിമാലിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫൈലം ആക്കിയിട്ടുള്ളത്? അതിന്റെ സിമ്മട്രി, അതിന്റെ ജാം ലെയേഴ്സ്, അതിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിഫറെന്റ് ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? അതിന്റെ ബോഡി സ്ട്രക്ചർ, അതിലെ വാസ്കുലാർ സിസ്റ്റം അല്ലെ, സൈലം ഫ്ലോയം തുടങ്ങിയ വാസ്കുലാർ സിസ്റ്റം ആൻഡ് സീഡ് ഫോർമേഷൻ. സീഡ് എങ്ങനെയാണ്, ഒരു ചെടിയുടെ സീഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിന്റെ ഒക്കെ ബേസിസിലാണ് പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ കിങ്ഡം ആനിമേലിയെ നമ്മൾ ഫൈലമാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കിങ്ഡം പ്ലാന്റയെ നമ്മൾ അതിന്റെ താഴെ എന്താ വന്നിട്ടുള്ളത്? ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റേ. എന്താണ് ഡിവിഷൻസ്? ഓക്കെ, ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റേ. ഫസ്റ്റത്തെ ഡിവിഷൻ ആണ് ഏതാണ്? ഡിവിഷൻ ആൽഗെ. എന്താണ് ആൽഗെ? ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗകൾ അല്ലെ, ആൽഗകൾ. അപ്പം ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക്. അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽഗീസ് മിക്കവാറും ആൽഗകളൊക്കെ എന്താണ്, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ബോഡി ഓഫ് ആൻ ആൽഗെ ഈസ് നോൺ ആസ് താലസ്. ആൽഗെ എന്ന് പറയുന്ന ഒരു സസ്യത്തിന്റെ അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റയിൽ വരുന്ന ആൽഗയുടെ ബോഡിയെ പറയുന്ന പേരാണ് താലസ് എന്നാ പറയാ. എന്താ താലസ് എന്ന് പറയാൻ കാരണം നോക്കിക്കേ, is not differentiated into root, stem and leaves as in higher plants. അപ്പൊ ഒരു ഹയർ പ്ലാന്റ് അല്ലെ ഒരു ചെടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഷൂട്ട് ഉണ്ട്, ഒരു റൂട്ട് ഉണ്ട്, സ്റ്റം ഉണ്ട്, ലീവ്സ് ഉണ്ട് അല്ലെ. അതല്ലേ ഒരു ചെടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ ഇവിടെ ആൽഗെ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഒരു താലസ് എന്നാണ് അതിന്റെ ബോഡീനെ പറയുന്നത്. കാരണം അതിന് പ്രത്യേകിച്ച് സ്റ്റെം ചെയ്താ, റൂട്ട് ചെയ്താ, ലീഫ് ചെയ്താ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. സോ ദ ബോഡി ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ് ആസ് ഇൻ ഹയർ പ്ലാന്റ്സ്. വലിയ നമ്മൾ കാണുന്ന ചെടീനെ പോലെ റൂട്ട്, സ്റ്റെം, ലീവ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഡിവിഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൽഗെ ബോഡിയെ താലസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ബോത്ത് സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആർ സീൻ. ഇവിടെ വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്താണ്? ബോത്ത് സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയില്ലേ, ബഡ്ഡിങ് നടക്കുക അല്ലെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുക, അങ്ങനെയൊക്കെ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ. സെക്ഷുവലി അല്ലാത്ത റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒന്ന് വലുതാവുക എന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ജീവികളായിട്ട് ജീവിക്കുക, അതാണ് അസെക്ഷൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷനിൽ വരിക. സെക്ഷൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് വരുന്ന അത്തരം റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പം ഈ ഒരു ആൽഗയെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം, ഫ്ലോയം ഇവ ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആൽഗയെ പറ്റിയിട്ടൊരു ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള കാര്യങ്ങള്. എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക്, കുറെയൊക്കെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ബോഡി ഈസ് നോൺ ആസ് thallus because it is not differentiated into root, stem and leaves as in higher plants. അല്ലെ, ഹയർ പ്ലാന്റ്സിനെ പോലെ ഇതിന് സ്റ്റെം, റൂട്ട്, ലീവ്സ് അങ്ങനെ ഒരു ഡിവിഷൻ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആർ പ്രസന്റ് ആൻഡ് വാസ്കുലാർ ടിഷ്യൂസ് ആർ ആബ്സെന്റ്. ആൽഗയിൽ പെടുന്ന ഒരു ചെടികളുടെ അല്ലെങ്കിൽ ഒരു പ്ലാന്റയുടെ
എക്സാമ്പിൾ ആണ് ഏതാണ്? സ്പൈറോഗൈറ, സ്പൈറോഗൈറ. സർഗാസം, SS അല്ലെ, രണ്ട് SS. സർഗാസവും സ്പൈറോഗൈറയും വരുന്നത് ആൽഗയിലാണ്. എക്സാമ്പിൾ പഠിച്ചോ? സ്പൈറോഗൈറ ആൻഡ് സർഗാസം. ഓരോന്നിന്റെയും എക്സാമ്പിൾ പ്രധാനമാണ്. നെക്സ്റ്റ്, അപ്പം ആൽഗെ കഴിഞ്ഞാൽ അടുത്ത ഡിവിഷനാണ് ബ്രയോഫൈറ്റ. എന്താണ്? ബ്രയോഫൈറ്റ, ബ്രയോഫൈറ്റ്സ് എന്ന് പറയും. ബ്രയോഫൈറ്റ മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ മോയിസ്റ്റ് സർഫസസ്. തണുപ്പുള്ള സർഫസിൽ, നിങ്ങൾ മതിലിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രയോഫൈറ്റ്സ് ഇങ്ങനെ നിൽക്കുന്നത്. മഴക്കാലത്തൊക്കെ കാണാൻ പറ്റും മതിലിന്റെ മുകളിൽ ഇങ്ങനെ ബ്രയോഫൈറ്റ്സ് പൊങ്ങി വരുന്നത്. സോ അങ്ങനത്തെ ചെടികളാണ്, മോയിസ്റ്റർ സർഫസിൽ വളരുന്ന അങ്ങനത്തെ ഒരു സസ്യമാണ് ബ്രയോഫൈറ്റ്സ്. There are parts like root, stem and leaf. ഈ ബ്രയോഫൈറ്റ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്റ്റം ഉണ്ട്, ലീഫ് ഉണ്ട്, റൂട്ട് ഉണ്ട്. ഇതൊക്കെ ഏതാന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്റ്റം ഏതാ, റൂട്ട് ഏതാ, ലീഫ് ഏതാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ആൽഗയിൽ അത് പറ്റുമായിരുന്നോ? പറ്റില്ലായിരുന്നു അല്ലെ. റീപ്രൊഡക്ഷൻ ഇസ് ഡൺ ത്രൂ ഗാമെറ്റ്സ് ആൻഡ് സ്പോർസ്. റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ ഗാമെറ്റ്സ് ആൻഡ് സ്പോർസ്. ഗാമെറ്റ് വഴിയും സ്പോർ വഴിയും റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതിലും എന്തില്ല മക്കളെ? ഇതിലും വാസ്കുലാർ ടിഷ്യൂസ് അല്ലെ, വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ഫ്ലോയം ഒക്കെ ഈ ബ്രയോഫൈറ്റ്സിലും ആബ്സെന്റ് ആണ്. എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. റിക്സിയ ആൻഡ് ഫ്യൂനേറിയ. ഏതാണ്? റിക്സിയ ആൻഡ് ഫ്യൂനേറിയ. റിക്സിയ ആൻഡ് ഫ്യൂനേറിയ. അപ്പം ഇത് മോയ്സ്ചർ സർഫസിലാണ് ബ്രയോഫൈറ്റ്സ് കാണപ്പെടുന്നത്. പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റം ആൻഡ് ലീഫ് ഉണ്ട്. റീപ്രൊഡക്ഷൻ ഇസ് ഡൺ ത്രൂ ഗാമെറ്റ്സ് ആൻഡ് സ്പോർസ്. വാസ്കുലാർ ടിഷ്യൂസ് ആർ ആബ്സെന്റ്. ഓക്കെ, സോ എക്സാമ്പിൾ ആണ് റിക്സിയ ആൻഡ് ഫ്യൂനേറിയ. നെക്സ്റ്റ്, മൂന്നാമത്തെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ഒരു ഡിവിഷൻ ആണ് ദാറ്റ് ഈസ് ടെറിഡോഫൈറ്റ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയും. ടെറിഡോഫൈറ്റ ആണ്. പി അവിടെ സൈലന്റ് ആണ്. ടെറിഡോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് വരുന്നതാണ് ഈ ഫോൺസ്, പന്നൽ ചെടികളില്ലേ മക്കളെ? ഫോൺസുകളാണ് ഇതിനകത്ത് വരുന്നത്. പന്നൽ ചെടി അല്ലെ, നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ അടിച്ചൊക്കെ കളിക്കാറുണ്ടാവും ചെറുപ്പത്തിൽ. ഇങ്ങനെ ഒരു വെള്ള കളറിൽ നമുക്ക് അത് പോലെ മാർക്ക് ചെയ്ത് കിട്ടുന്ന ചെടികളില്ലേ, അതാണ് ടെറിഡോഫൈറ്റ്സിലെ ഫോൺസ് വരുന്നതാണ് ടെറിഡോഫൈറ്റ. മെയിൻലി ഈ ബ്രയോഫൈറ്റ്സ് എനിക്കറിയില്ല നിങ്ങൾ കളിക്കാറുണ്ടോന്ന്. രണ്ട് ബ്രയോഫൈറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ യുദ്ധം പോലെയൊക്കെ തലവെട്ടി കളിക്കുന്ന ചെടികളില്ലേ, മതിലിന്റെ മേലെ വളരുന്ന, അങ്ങനെ തലയൊക്കെ വെട്ടി കളിക്കുന്ന, ചെറുതായിരുന്ന സമയത്ത് ഇങ്ങനെ മഴക്കാലത്തൊക്കെ ഉണ്ടാവുന്ന മതിലിന്റെ മുകളിൽ ഉണ്ടാവുന്ന ചെടികളാണ് ബ്രയോഫൈറ്റ്സ്. എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പന്നൽ ചെടിയാണ്. പ്രിന്റ് വരും അല്ലെ, വെള്ള കളർ, അടിയിൽ ഇങ്ങനെ വെള്ള കളറുള്ള ഒരു ചെടിയാണ്. വെള്ള കളർ ഇങ്ങനെ ഒരു പൗഡർ പോലെയുള്ള ചെടിയാണ് ഈ പറയുന്ന ടെറിഡോഫൈറ്റ്സിൽ വരുന്നത്. അത് മിക്കവാറും കാണുന്നത് ടെറസ്ട്രിയൽ ആയിട്ട് അല്ലെ, കരയിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇതിന് റൂട്ട്, സ്റ്റം ആൻഡ് ലീഫ് ഹാവ് ബീൻ ഫോംഡ്. റൂട്ട് ഉണ്ട് അല്ലെ, അത് നമുക്കറിയാം, ആ ഒരു ചെടിയായിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ട്. റൂട്ട് ഉണ്ട്, സ്റ്റം ഉണ്ട്, ലീഫ് ഉണ്ട്. റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ത്രൂ സ്പോർസ്. ഇതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സ്പോർസ് വഴിയാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ. ഇവിടെ എങ്ങനെയാണ്? ബ്രയോഫൈറ്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ? ഗാമേറ്റ് വഴിയും സ്പോർസ് വഴിയും തമ്മിലാണ് റീപ്രൊഡക്ഷൻ. ഇവിടെ ത്രൂ സ്പോർസ് ആണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് വിത്ത് എ സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ. ഇതിന് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വാസ്കുലാർ സിസ്റ്റം ഉണ്ടോ ഇതിന്? ടെറിഡോഫൈറ്റിക്ക് നല്ല സെറ്റ് ആയിട്ടുള്ള, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാസ്കുലാർ ടിഷ്യൂ ആണോ ഉള്ളത്? അല്ല. സോ വാസ്കുലാർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ. എക്സാമ്പിൾ ഇതാ ടീറീസ് ആൻഡ് ലൈക്കോപോഡിയം ആൻഡ് ടെറിസ് ലൈക്കോപോഡിയം. അവിടെ ടെറിസിന്റെ പി സൈലന്റ് ആണ്. ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ടെറിസ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ടെറിസ് ആൻഡ് ലൈക്കോപോഡിയം. ടെറിഡോഫൈറ്റിന്റെ എക്സാമ്പിൾ എന്താണ്? ടെറിഡോഫൈറ്റ് അതെവിടെയാ കാണുന്നത്? മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്നതാണ്. അതിന് റൂട്ടും സ്റ്റമ്മും ലീഫൊക്കെ ഉണ്ട്. റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർ വഴിയാണ്. അതിന് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാസ്കുലാർ ടിഷ്യൂ ആണ് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, സോ നമ്മള് 3 ഡിവിഷൻസ് പഠിച്ചു. ഏതിൻ്റെത്?
കിങ്ഡം പ്ലാന്റയുടെ 3 ഡിവിഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, അടുത്ത നമുക്ക് പറയാം. ഇനി 2 കൂടെ പഠിക്കാനുള്ളത് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ഓക്കെ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. എന്താണ് ജിംനോസ്പേം എന്ന് പറയുന്നത്? ഈ സൈക്കസ്, പൈൻ മരങ്ങളൊക്കെ ഇല്ലേ, സൈക്കസ് ട്രീ, അങ്ങനത്തെ ചെടികളാണ് ജിംനോസ്പേംസിൽ വരുന്നത്. ഓക്കെ, സൈക്കസ് പോലെയുള്ള, പൈൻ പോലെയുള്ള മരങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സസ്യങ്ങളാണ് ജിംനോസ്പേംസിനകത്ത് വരുന്നത്. ജിംനോസ്പേംസിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് നോൺ ആസ് കോൺസ്. ജിംനോസ്പേംസിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വേറെന്താ മക്കളെ? കോൺസ് എന്നാ പറയുന്നത്. even though seeds are formed, they are not embedded fruits. ഓക്കെ, അവർക്ക് സീഡ്സ് ഉണ്ടെങ്കിൽ പോലും the seeds are not embedded fruits. Complex vascular tissues are seen, but xylem vessels are absent. ഓക്കെ, ഇവർക്ക് ജിംനോസ്പേംസിന് കോംപ്ലക്സ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ്, മറ്റേത് സിമ്പിൾ ആയിരുന്നു അല്ലെ, ടെറിഡോഫൈറ്റ്സിന് സിമ്പിൾ വാസ്കുലാർ ടിഷ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് കോംപ്ലക്സ് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. പക്ഷെ സൈലം നോക്കുന്ന സമയത്ത് സൈലോം ഫ്ലോയോ അല്ലേ വാസ്കുലാർ ടിഷ്യൂസ്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയാ. ഇവരുടെ സൈലത്തിൽ എന്ത് വേണം? സൈലം വെസൽസും സൈലം ട്രക്കീഡ്സും വേണം സൈലത്തില്. പക്ഷെ ഇവിടെ എന്താണ്? സൈലം വെസൽസ് ആബ്സെന്റ്. സൈലം ട്രക്കീഡ് മാത്രമേ ഉള്ളൂ, സൈലം വെസൽസ് ആബ്സെന്റ് ആണ്. അതാണ് ജിംനോസ്പേംസിന്റെ പ്രത്യേകത. സൈക്കസും പൈനുമാണ് ജിംനോസ്പേംസില് വരുന്നത്. അപ്പൊ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പേര് പ്രധാനപ്പെട്ടതാണ് ജിംനോസ്പേമില്. എന്താണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പേര്? കോൺസ് എന്നാണ്. അതിന് സീഡ്സ് ഉണ്ടെങ്കിൽ പോലും അത് ഫ്രൂട്ട്സില് എംബഡഡ് ആയിട്ട് കിടക്കുന്ന സീഡ്സ് ഒന്നും അല്ല. അവർക്ക് വാസ്കുലാർ ടിഷ്യൂസ് കോംപ്ലക്സ് ആണെങ്കിലും സൈലത്തിൽ എന്തില്ല? സൈലം വെസൽസ് ഇല്ല. അത്രയാണ് ജിംനോസ്പേംസിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെയാണത് ആൻജിയോസ്പേംസിലേക്ക് വരാണ്. ആൻജിയോസ്പേംസ് അങ്ങനെ നമുക്ക് കാണാനും കണ്ണിനും ഒക്കെ ഭംഗി തരുന്ന ഒരു കിങ്ഡം പ്ലാന്റയിൽ വരുന്ന ഒരു ഡിവിഷനാണ് ആൻജിയോസ്പേംസ്. എന്താണ് അതിന്റെ പ്രത്യേകത? അവർക്ക് എന്തുണ്ട്? പൂക്കളൊക്കെ വിരിയും അല്ലെ. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും. റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസന്റ് ഇൻ ദ ഫ്ലവേഴ്സ്. ഇതിന്റെ ഫ്ലവറിലായിരിക്കും അല്ലെ. ചെമ്പരത്തിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടൊക്കെ എവിടെയുള്ളത്? ചെമ്പരത്തിന്റെ പൂവിന്റെ അകത്തുള്ളത്. ഈ ഫ്ലവർ ബിയറിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഈ പറയുന്ന ആൻജിയോസ്പേംസ്. അവർ ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് ആൻജിയോസ്പേംസ്. അത് മാത്രമല്ല, അതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫ്ലവേഴ്സിലാണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉള്ളത് അല്ലെ. വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളത് അതിന്റെ ഫ്ലവേഴ്സിലാണ്. ജിംനോസ്പേംസില് ആ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരെന്തായിരുന്നു? കോൺസ് എന്നായിരുന്നു. ആൻജിയോസ്പേംസില് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? ഫ്ലവേഴ്സിലാണെന്ന് പറഞ്ഞു. ഇതില് ഫ്രൂട്ട്സ് ആർ സീൻ കവറിംഗ് ദ സീഡ്സ്. ഫ്രൂട്ട്സ് അതിന്റെ സീഡ്സ് കവർ ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൽ കോംപ്ലക്സ് വാസ്കുലാർ ടിഷ്യൂസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സൈലം വെസൽസ് ആൻഡ് ട്രക്കീഡ്സ് ആർ പ്രസന്റ്. Fruits are seen covering the seeds. Complex vascular tissues are seen. Xylem vessels and tracheids are present. സൈലത്തില് നേരത്തെ സൈലം വെസൽസ് ആബ്സെന്റ് ആയിരുന്നു. ഇവിടെ വെസലും ട്രക്കീഡും ഉണ്ട്. അതാണ് ആൻജിയോസ്പേംസിന്റെ പ്രത്യേകത. എക്സാമ്പിൾ നമുക്ക് എല്ലാം അറിയുന്ന പൂക്കൾ ഉണ്ടാവുന്ന ചെടികളെല്ലാം ആൻജിയോസ്പേമിൽ വരും. ഹിബിസ്കസ് അല്ലെ, ചെമ്പരത്തി വരും. മാംഗോ ട്രീ അല്ലെ, മാമ്പഴത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാവ് പൂക്കുന്നില്ലേ, അതുപോലെ തന്നെ കോക്കനട്ട് ട്രീ. അപ്പം മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ഹിബിസ്കസ് എല്ലാം വരുന്നത് ആൻജിയോസ്പേംസിലാണ്. ഓക്കെ, അപ്പം 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. ഫസ്റ്റ് ആൽഗെ. ആൽഗെ എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്. ആൽഗയുടെ ബോഡി താലസ് എന്നാ പറയാ. കാരണം അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ, റൂട്ട്, സ്റ്റെം, ലീഫ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. വാസ്കുലാർ ടിഷ്യൂ ഇല്ല. സ്പൈറോ ഗൈറ ആൻഡ് സർഗാസമാണ് എക്സാമ്പിൾ. ബ്രയോഫൈറ്റ് വരുന്ന സമയത്ത് മോയിസ്റ്റ് സർഫസിൽ കാണുന്നതാണ്. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റെം, റൂട്ട്, ലീഫ് ഡിവിഷൻ ഉണ്ട്. അവര് റീപ്രൊഡക്ഷൻ ത്രൂ ഗാമേറ്റ് ആൻഡ് സ്പോർസ് ആണ്. വാസ്കുലർ ടിഷ്യൂ ആബ്സെന്റ് ആണ്. ആരെ പോലെ തന്നെ? ആൽഗയെ പോലെ തന്നെ. റിക്സിയ ഫിനേറിയ എക്സാമ്പിൾ. നെക്സ്റ്റ് ടെറിഡോഫൈറ്റ, ഫേൺസ് ആണ് അതിനകത്ത് വരുന്നത് അല്ലെ. ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്. റൂട്ട്, സ്റ്റെം, ലീവ്സ് ഉണ്ട്. റീപ്രൊഡക്ഷൻ സ്പോർ വഴിയാണ് നടക്കുന്നത് മിക്കവാറും. വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, പക്ഷെ സിമ്പിൾ സ്ട്രക്ചർ ആണ്. എക്സാമ്പിൾ ലൈക്കോപോഡിയം ആൻഡ് ടെറിസ്. ലൈക്കോപോഡിയം.
നെക്സ്റ്റ് ജിംനോസ്പേംസ്. ജിംനോസ്പേംസിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിന്റെ കോൺസ് എന്ന് പറയും. അവർക്ക് സീഡ്സ് ഉണ്ടെങ്കിലും അത് ഫ്രൂട്ട്സിൽ എംബഡഡ് അല്ല. കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, പക്ഷെ സൈലം വെസൽസ് കാണാനില്ല. എക്സാമ്പിള് സൈക്കസ് ആൻഡ് പൈൻ. ആൻജിയോസ്പേംസിൽ വരുമ്പം റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉള്ളത് അതിന്റെ പൂക്കളിലാണ്. ആൻഡ് ഫ്രൂട്ട്സ് കവറിംഗ് ദ സീഡ്സ് ആയിട്ട് കാണാൻ പറ്റും. കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, സൈലം വെസൽസ്, സൈലം ട്രക്കീഡ്സും ഉണ്ട്. ഹിബിസ്കസ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, നിങ്ങൾക്ക് അറിയുന്ന ആൻജിയോസ്പേംസ് എല്ലാം എഴുതാം കേട്ടോ എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ അതാണ് പ്ലാന്റേ, കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷൻ, 5 ഡിവിഷൻ അല്ലെ. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. പഠിച്ചല്ലോ. സിമ്പിൾ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിലുള്ള ഡിഫറൻസ്. Earlier, the kingdom Plantae was classified into 5 divisions. നേരത്തെ കിങ്ഡം പ്ലാന്റേ 5 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. Algae and fungi were included in Thallophyta. അപ്പം നേരത്തെ എങ്ങനെയായിരുന്നു ഇതിന്റെ ക്ലാസിഫിക്കേഷൻ? നമ്മളിപ്പം ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞു. നേരത്തെ ഡിവിഷൻ എന്തായിരുന്നു? താലോഫൈറ്റ എന്ന്. താലസ് എന്നല്ലേ ആൽഗയുടെ ബോഡിയെ വിളിച്ചത്, അതുകൊണ്ട് അതിനെ താലോഫൈറ്റ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ താലോഫൈറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആൽഗയും ഉണ്ടായിരുന്നു, ഫഞ്ചയും ഉണ്ടായിരുന്നു. അപ്പം ആൽഗയും ഫഞ്ചയും ഉള്ള ആ ഒരു ഡിവിഷനെ പറഞ്ഞ പേരായിരുന്നു താലോഫൈറ്റ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. However, in subsequent classification systems, fungi were placed in a separate kingdom based on their unique characteristics. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഫഞ്ചി അങ്ങനെ ഇപ്പൊ ആൽഗേന്റെ കൂടെ പോയി ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കിങ്ഡം വേറെ തന്നെ ആക്കി അല്ലെ, കിങ്ഡം ഫഞ്ചി വേറെ തന്നെ ആക്കിയിട്ട് മാറ്റി. In many modern classification systems, some algae are included in kingdom Protista. Algae, which share many characteristics with plants, are still classified within the kingdom Plantae. അപ്പൊ ചില ആൽഗയെ കാണുമ്പോ ഇത് പ്രോട്ടസ്റ്റയിൽ പോകേണ്ട സാധനമാണോ, ഇത് ആൽഗയിൽ തന്നെ വരുന്നതാണോ? അപ്പം ഒരു കൺഫ്യൂഷൻ അല്ലെ അതിന്റെ സ്ട്രക്ചറിൽ. അപ്പൊ ഇപ്പോഴും കുറെ ആൽഗീസ് ഒക്കെ ഫസ്റ്റത്തെ പ്ലാന്റയിൽ തന്നെ ഉണ്ട്, പക്ഷെ ചിലതൊക്കെ എന്തിലാണുള്ളത്? കിങ്ഡം പ്രോട്ടസ്റ്റയിലാണുള്ളത്. The fame within the name. Something interesting can also be found in the scientific names of organisms. നമ്മള് ഓരോ ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിംസിന്റെ ഇടയിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രീച്ചറിനെ കാണാൻ പറ്റും, സാൻഡ്രാകോട്ടസ് വിജയകുമാരി. ഓക്കെ, സാൻഡ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, ഇതൊരു ന്യൂ സ്പീഷീസ് ഓഫ് ബീറ്റിലാണ് ഡിസ്കവേർഡ് ഇൻ നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് പുതിയൊരു സ്പീഷീസിനെ കണ്ടുപിടിക്കുകയാണ്. അവരുടെ പേരാണ്, അല്ലെങ്കിൽ അതിന്റെ പേരാണ് എന്താ? സാൻഡ്രാകോട്ടസ് വിജയകുമാരി അല്ലെ. നമ്മള് മാജിഫറ ഇൻഡിക്ക എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു സ്പീഷീസ്, അതിന്റെ പേര് കണ്ടോ? സാൻഡ്രാകോട്ടസ് വിജയകുമാരി. ഇനി നോക്കൂ, ലിറ്റ്സി വാഗമോണിക്ക. ലിറ്റ്സി വാഗമോണിക്ക, ഇറ്റ്സ് എ ന്യൂ പ്ലാന്റ് ഇൻ ദ കാറ്റഗറി ഓഫ് കുറ്റിപ്പാനൽ ഫ്രം വാഗമോൺ. ഓക്കെ, അപ്പൊ ഇത് ന്യൂലി ഡിസ്കവേർഡ് ആയിട്ടുള്ള വേറൊരു ഓർഗാനിസം ആണ് ലിറ്റ്സി വാഗമോണിക്. വാഗമോൺ അല്ലെ, കണ്ടുപിടിച്ച സ്ഥലത്തിന്റെ ബേസ്ഡ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ഓർഗാനിസം നോക്കി നിങ്ങള്, ബ്രൂസത്തോവ ഐഎസ്ആർ, a kind of parasite found in fishes at കൊല്ലം കോസ്റ്റൽ ഏരിയ അല്ലെ, നമ്മുടെ നാട്ടില് അല്ലെ കൊല്ലം കോസ്റ്റൽ ഏരിയ എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പാരസൈറ്റ്, ഫിഷിന്റെ മുകളിലുള്ള ഒരു പാരസൈറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ള ബ്രൂസത്തോ ഐഎസ്ആർ. ഓക്കെ, സോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂലി ഡിസ്കവർഡ് അല്ലെ, പുതുതായിട്ട് ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിസംസ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ന്യൂ ഓർഗാനിസംസ് ആർ ബീങ് ഡിസ്കവേർഡ് ലൈക്ക് ദിസ്. There are continuous effort to classify them as well. അല്ലെ, നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, എന്താണ് ആർക്കി, ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പുതുതായിട്ട് ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്ത് ഇതിലേക്കാ ഇടുക അല്ലെ, ഓൾറെഡി ഇല്ലേണ്ടാത്ത ഇടണോ, അനി അതല്ല ഇതിനു വേണ്ടിയിട്ട് ഇനി പുതിയൊരു സംഭവം ഉണ്ടാക്കണോ,
അല്ലെ? അങ്ങനെ ഒത്തിരി ഒരുപാട് സ്റ്റഡീസ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസം ഇസ് നോട്ട് കറന്റ്ലി ക്ലാസിഫൈഡ്? അപ്പം നമുക്ക് എങ്ങനെ അറിയാം ഇത് ഓൾറെഡി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഏതോന്നിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണോ, അല്ല ഇതിനു വേണ്ടി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണോ എന്നൊക്കെ ഉള്ളത് ഒരു 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 പ്രോസസ്സാണ് അല്ലെ? If a new organism is discovered, the characteristics of an organism are examined and compared with that of other known species and its classification is done. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുതുതായിട്ടൊരു ഓർഗാനിസത്തിനെ കിട്ടി, പുതുതായിട്ട് ഒരാൾ വിചാരിക്കണം ഇതുവരെ കാണാത്തൊരു ജീവിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഗാനിസത്തിനെ കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യും? അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് ആ ജീവിയെ പറ്റി സ്റ്റഡി നടത്തുന്നു. ഈ ജീവിയുടെ ഫീച്ചേഴ്സ് അല്ലെ, ഇതിന്റെ സെല്ലുലാർ ലെവൽ വരെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്നു. ഈ ലെവലില് എന്താണ് ഇതേപോലെ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അതിന്റെ അടുത്ത് കൊണ്ടുവച്ച് നമ്മൾ ആഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ വേറെ ചിന്തിക്കും. This includes morphological features അല്ലെ, കാണുമ്പം ഏതെങ്കിലും ജീവിയായിട്ട് സിമിലാരിറ്റി ഉണ്ടോ, പെക്യുലാരിറ്റീസ് ഓഫ് ബോഡി സ്ട്രക്ചേഴ്സ് ആൻഡ് ബയോമോളിക്യൂൾസ്. ഞാൻ പറഞ്ഞില്ലേ സെല്ലുലാർ ലെവലിൽ വരെ അതിന്റെ അറേഞ്ച്മെന്റ് നോക്കും. നേരത്തെ നമ്മള് ബാക്ടീരിയയും ആർക്കിയും നേരത്തെ ഒറ്റ ഒന്നിലായിരുന്നു അല്ലെ, പക്ഷെ എന്ത് ചെയ്തു സെല്ലുലാർ ലെവലിൽ നോക്കിയപ്പം ഒന്നില് പെപ്റ്റിഡോ ഗ്ലൈക്കൺ ഉണ്ട് സെൽ വോളിൽ, ഒന്നില് പെപ്റ്റിഡോ ഗ്ലൈക്കൺ ഇല്ല. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. അപ്പൊ അവർ രണ്ടിനും രണ്ടായിട്ട് അല്ലെ, ആർക്കി എന്നും ബാക്ടീരിയ എന്നും പറഞ്ഞിട്ട് രണ്ടാക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. സോ comparative analysis of the organism's DNA with that of other species is also crucial. അപ്പൊ നമ്മള് ഒന്നിനെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബയോമോളിക്കുലാർ ലെവൽ അല്ലെ, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ലെവലില് നമ്മൾ ജസ്റ്റ് നോക്കുന്നു. അത് മോർഫോളജിയാണ് അല്ലെ, ജസ്റ്റ് കാണാൻ എങ്ങനെയുണ്ട് രണ്ടും ഒരുപോലെയാണോ എന്ന് നോക്കുന്നത് പോലെയല്ല, അതിന്റെ ഒറ്റ DNA ലെവലിൽ നമ്മൾ അരിച്ചു പെറുക്കി നോക്കുകയാണ്. ഇതിന്റെ DNA അതിന്റെ ക്രോമസോം അങ്ങനെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത്. If there are significant genetic differences, it can be confirmed that this organism belongs to a new species. ഇനി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക് അല്ല, ഇതുവരെയുള്ള ജനറ്റിക് മെറ്റീരിയലിനെ പോലെ അല്ല, വേറൊരു ജനറ്റിക്കലി ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് വേറൊരു ന്യൂ സ്പീഷീസ് ആയിട്ട് തന്നെ അതിനെ എടുക്കും. This discovery is then published in an international science journal and made available to the scientific community and the public. അപ്പം പുതുതായിട്ട് ഒരാളെ ഒരു സംഭവം കണ്ടുപിടിക്കുന്നു, അതെന്ത് ചെയ്യും? ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ജേർണൽസിലൊക്കെ കൊടുക്കും. നമ്മുടെ ഓരോ ദിവസത്തെ ന്യൂസ് അപ്ഡേഷൻസ് പത്രത്തിൽ വരുന്നില്ലേ, അതുപോലെ പുതിയ പുതിയ ഡിസ്കവറീസ്, സയന്റിഫിക് ഡിസ്കവറീസ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അത് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ പബ്ലിക്കിന്റെ അടുത്ത് പറയും, ഇതൊരു പുതിയൊരു സ്പീഷീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മള് ഈ ഒരു പോർഷനില്, ചെറിയൊരു പോർഷൻ ആയിരുന്നു അല്ലെ, നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനിമലിന്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം അല്ലെ, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിൾസ്. ആൽഗയുടേത് സ്പൈറോഗൈറ സർഗാസം, ബ്രയോഫൈറ്റയുടേത് റിക്സിയ, ഫിനേറിയ, ടെറിഡോഫൈറ്റയുടേത് ലൈക്കോപോഡിയം ആൻഡ് ടെറിസ്. ജിംനോസ്പേംസ് സൈക്കസും പൈനും, ആൻജിയോസ്പേംസ് ഹിബിസ്കസ്, മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ. പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മള് എങ്ങനെയാണ് ഓരോന്നിനും ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് ഇത് പുതിയൊരു ഓർഗാനിസത്തിനൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും എന്താണ് നമ്മള് എങ്ങനെയാണ് ഇതിനെ ഒരു പുതിയൊരു കാറ്റഗറി ആക്കണോ അല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറി തന്നെ വെച്ചാ മതിയോ എന്നൊക്കെ നോക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് മോർഫോളജി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ തോന്നുന്നതെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ബയോമോളിക്കുലാർ ലെവലിൽ നോക്കും അല്ലെ, ജനറ്റിക് മെറ്റീരിയൽ ലെവലില് നോക്കും. അങ്ങനെയാണ് ഇതൊരു പുതിയൊരു ജീവിയാണോ ഓൾറെഡി ഉള്ളൊരു ജീവിയുടെ വകഭേദമാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫൈനൽ പാർട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.